മറ്റൊരു ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതോടൊപ്പമുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കാതിരിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ ഇന്നലെ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു ചെറിയ സാങ്കേതിക വശമാണ് നമ്മൾ പറഞ്ഞത്. സാങ്കേതിക വശം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷയിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ളത് എന്തിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്? അതിനകത്ത് പൊളൈറ്റ് ആൻഡ് റെസ്പെക്റ്റ്. ഇംഗ്ലീഷ് ഭാഷയിൽ മെയിനായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള സംഗതി എന്താണ്? ഇംഗ്ലീഷ് ഭാഷ നമ്മളെ പഠിപ്പിക്കുന്നത് പൊളൈറ്റ് ആൻഡ് റെസ്പെക്റ്റ്. ബഹുമാനിക്കുക, വിനയാന്വിതനായിരിക്കുക. നമ്മൾ വിനയമുള്ള ആൾക്കാരായിരിക്കണം. നമ്മൾ മറ്റുള്ളവരെ നമ്മൾ ബഹുമാനിക്കുന്ന ആൾക്കാരായിരിക്കണം. ബഹുമാനിക്കാനുള്ള സന്മനോഭാവം നമ്മൾ കാണിക്കണം. അത് ഇംഗ്ലീഷ് ഭാഷയുടെ രണ്ട് പ്രത്യേകതകളാണ്. എങ്കിൽ മാത്രമേ അത് രണ്ടും ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷ് ഭാഷയെ നമ്മൾ ഇത്രയും സ്നേഹിക്കുന്നതും ലോകത്ത് ഇംഗ്ലീഷ് ഭാഷ ഇത്രമാത്രം വ്യാപിച്ചിരിക്കുകയും ചെയ്യുന്നത്. ഇംഗ്ലീഷ് ഭാഷ ഇങ്ങനെ വ്യാപിക്കാനായിട്ട് എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുവാനായിട്ടൊരു പ്രത്യേക ഒരു കാരണം കൂടിയുണ്ട്. അത് ഈ രണ്ട് പ്രത്യേകതകളാണ് ഞാൻ എൻ്റെ ഇൻ മൈ പോയിൻ്റ് ഓഫ് വ്യൂ ഐ വിൽ ഓൾവേസ് സേയിങ് ഈ രണ്ട് പർട്ടിക്കുലാരിറ്റീസ്, ഈ രണ്ട് പ്രത്യേകതകളാണ് ഇംഗ്ലീഷ് ഭാഷയെ കൂടുതൽ എന്നിലേക്ക് അടുപ്പിച്ചത്. അപ്പോൾ ഇത് നമ്മളും അതുമായിട്ട് ഒത്ത് അങ്ങനെ പോകുക. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കൂടുതൽ പൊളൈറ്റായുള്ള വിനയാന്വിതരായിരിക്കാൻ ശ്രമിക്കുക, എല്ലാവരെയും ബഹുമാനിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സ്വാഭാവികമായിട്ട് നമ്മൾ ഇംഗ്ലീഷ് പഠനത്തോടൊപ്പം തന്നെ നമുക്കിത് നമ്മുടെ ഉള്ളിലേക്ക് വന്നു ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ രണ്ട് ചെറിയ സംഗതികളാണ് നമ്മൾ പഠിച്ചത്. ഇന്നലെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ ഇന്നലെ പഠിച്ചു ആൻഡ് ഓർ, അതായത് രണ്ട് വ്യക്തികളുടെ പേരുകൾ അല്ലെ രണ്ട് സംഗതികൾ കൂട്ടിച്ചേർക്കുമ്പോഴും ഇത് അല്ലെങ്കിൽ അത് എന്നുള്ള സംഗതികളെ പ്രയോഗിക്കുമ്പോഴുള്ള ചെറിയ രണ്ട് സംഗതികളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അത് മറക്കാതിരിക്കുക. അപ്പോൾ ഇന്ന് നമ്മളുടെ ഭാഷയിൽ ഞാൻ മറ്റൊരു ടിപ്പ്, ഒരു മെയിൻ കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. അതെന്താണ്? നമ്മൾ ഇന്നലെ എങ്ങനെ ഇംഗ്ലീഷിനെ കൂടുതൽ സ്നേഹിക്കണം എന്ന് പറഞ്ഞു. എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിനെ കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ പറയുന്നത് ഇംഗ്ലീഷിനെ എങ്ങനെ നമ്മൾ മറക്കാതിരിക്കാം. നമ്മൾ ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ട് മറക്കാതിരിക്കണമെങ്കിൽ എന്താണ് അത്? ഇറ്റ് ഷുഡ് ബി ഡീപ്ലി ഇൻസൈഡ് അവർ ഹാർട്ട്. നമ്മുടെ മനസ്സിൽ ഡീപ്പായിട്ട് ഉണ്ടാവണം. അത് നമ്മുടെ ബർത്ത്ഡേ, നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുടെ ഒരു ബർത്ത്ഡേ ഉണ്ട്, നമ്മുടെ വൈഫിൻ്റെ ബർത്ത്ഡേ അല്ലെ മക്കളുടെ ബർത്ത്ഡേ, ഇതൊന്നും ഒരിക്കലും നമ്മൾ മറക്കില്ല. എന്തുകൊണ്ടാണ് നമ്മൾ മറക്കാതിരിക്കുന്നത്? അത് നമ്മളിലേക്ക് അത്ര ഡെപ്തിൽ നമ്മളിലേക്ക് അത് നിറഞ്ഞിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ മനസ്സിലേക്ക് ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഡീപ്പായിട്ട് നിറഞ്ഞിരിക്കണം. അങ്ങനെ നിറഞ്ഞിരിക്കുന്നാൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് ഭാഷ ഒരിക്കലും നമ്മൾ മറക്കാതിരിക്കുകയുള്ളൂ. ഓർക്കുക, ഇംഗ്ലീഷ് ഭാഷയെ നമ്മൾ സ്നേഹിക്കണം, ഇംഗ്ലീഷ് ഭാഷയെ നമ്മൾ മറക്കാതിരിക്കണം മീൻസ് ഹൗ? എങ്ങനെയാണ് മറക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൊർഗെറ്റ് അല്ലേ? നമ്മൾ ഫൊർഗെറ്റ് എന്നുള്ളതാണ് ഇംഗ്ലീഷിൽ മറക്കുന്നതിന് പറയുന്നത്. നമ്മൾ എങ്ങനെ ഇംഗ്ലീഷ് ഭാഷ മറക്കാതിരിക്കണം എന്നുള്ളതാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇംഗ്ലീഷ് ഭാഷയെ നമ്മൾ മറക്കാതിരിക്കുക. അപ്പം ഇതിനൊക്കെ ചെറിയ ചെറിയ ടിപ്പുകളുണ്ട് ഇംഗ്ലീഷ് ഭാഷ ഓർത്തിരിക്കാനായിട്ട്. ഇംഗ്ലീഷ് ഭാഷ നമ്മൾ പഠിച്ച ഇംഗ്ലീഷ് മറക്കാതിരിക്കാനായിട്ട് നമുക്ക് ഓരോ ടിപ്പുകളുണ്ട്. അതൊക്കെ ഞാൻ വഴിയെ ഓരോരോ ക്ലാസ്സുകളിൽ കൂടി നമ്മൾ ഓർക്കാനും പഠിച്ച ഓരോ കാര്യങ്ങളും ഒരിക്കലും മറക്കാതിരിക്കാനുമുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ റെഗുലറായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ ഇന്നലെ ആൻഡും ഓറും ആണ് പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് എയും ആനുമാണ്. എ ആൻഡ് ആൻ. സിമ്പിൾ. എ നമുക്കറിയാമല്ലോ, ഇംഗ്ലീഷിലെ ഒരു ആൽഫബറ്റാണ് എ. അതുപോലെ തന്നെ എയും അതിൻ്റെ കൂടെ എന്നോട് എഴുതുമ്പോൾ എന്താകും? അത് ആനാകും. ഇന്ന് നമ്മൾ പഠിക്കുന്നത് എയും ആനും ആണ്. അപ്പോൾ നമ്മൾ എന്തിനാണ് എ ഉപയോഗിക്കുന്നത്? എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഉദാഹരണം പറയുകയാണ്. എ ബുക്ക്, അത് എന്താണ് അങ്ങനെ ഉദ്ദേശിക്കുന്നത്? ഒരു ബുക്ക്. എ പെൻ, ഒരു പേന. എ പെൻസിൽ മീൻസ് ഒരു പെൻസിൽ. അപ്പോൾ നമ്മൾ ഒരു കുടയുടെ കാര്യം പറയണം. ഒരു കുട എന്ന് നമ്മൾ എങ്ങനെ പറയും? എ അംബർല എന്ന് നമ്മൾ പറയില്ല. അവിടെ നമ്മൾ എന്താണ് പ്രയോഗിക്കുന്നത്? ആൻ അംബർല. ആൻ അംബർല. അവിടെ ആ എയുടെ കൂടെ നമ്മളൊരു എന്നും കൂടെ എഴുതണം. ഞാൻ പറഞ്ഞ ഇംഗ്ലീഷിൽ നമ്മൾ എ, ഇ, ഐ, ഒ, യു 5 വവ്വൽസ് ആണുള്ളത്. ബാക്കിയെല്ലാം കൺസോണൻസ് ആണ്. വവ്വൽസ് എന്നുള്ളത് എന്താണ്? 5 എണ്ണമാണുള്ളത്. അപ്പം ഈ എ, ഇ, ഐ, ഒ, യു ഇവ നമ്മൾ പ്രയോഗിക്കുമ്പോൾ ഇതിന് മുൻപിൽ നമ്മൾ എ അല്ല പ്രയോഗിക്കേണ്ടത്, ഇതിന് മുൻപിൽ ആൻ പ്രയോഗിക്കണം. എ, ഇ, ഐ, ഒ, യു എന്നുള്ളതിന് മുൻപിൽ നമ്മൾ ആൻ പ്രയോഗിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഫോർ എക്സാമ്പിൾ എ ബുക്ക്, എ പെൻ. അപ്പോൾ നമുക്ക് കൂടെയാണെങ്കിൽ നമ്മൾ എന്താ പറയേണ്ടത്? ആൻ അംബർല. അംബർലയുടെ ഫസ്റ്റ് ലെറ്റർ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? യുവിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ആൻ വന്നത്. അപ്പോൾ നമുക്ക് ഓറഞ്ച്, ഞാൻ കഴിഞ്ഞ ദിവസം അതേക്കുറിച്ച് പറയുകയുണ്ടായി. ഓറഞ്ച് ഒരു ഫ്രൂട്ടാണ്. നമ്മൾ ഒരു മാംഗോ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? എ മാംഗോ. ഓറഞ്ച് ആണെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ ആൻ മാംഗോ എന്ന് ഒരിക്കലും നമ്മൾ പറയില്ല.
എന്തുകൊണ്ടാണ്? അവിടെ കൺസോണൻ്റ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ എ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഈ മാംഗോയുടെ സ്ഥാനത്ത് നമ്മൾ ഓറഞ്ച് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ആൻ ഓറഞ്ച്. അവിടെ നമ്മൾ ഓ വന്നതുകൊണ്ട് അവിടെ നമ്മൾ ആൻ പ്രയോഗിക്കുന്നു. അപ്പോൾ എ മാംഗോ ആൻ ഓറഞ്ച്. എ മാംഗോ ആൻ ഓറഞ്ച്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഐസ്ക്രീമിൻ്റെ കാര്യം പറയാം. നമുക്കൊരു ഐസ്ക്രീം വേണം. നമ്മൾ ഐസ്ക്രീമിൻ്റെ അവിടെ നമ്മൾ എന്താണ് ഉപയോഗിക്കുക? ആൻ ഐ വാണ്ട് ആൻ ഐസ്ക്രീം. പക്ഷേ നമ്മളൊരു കടയിൽ ചെന്നിട്ട്, ഞാൻ സ്വാഭാവികമായിട്ട് സംഭാഷണ ശൈലി ഞാൻ പറഞ്ഞതാണ്. നമ്മളൊരു കടയിൽ ചെന്നിട്ട് ആരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ ആരെങ്കിലും പോയിട്ട് നിങ്ങൾക്കൊരു ഐസ്ക്രീം കഴിക്കണം. ബേക്കറി ചെന്നിട്ട് ചേട്ടാ ഐ വാണ്ട് ആൻ ഐസ്ക്രീം എന്ന് നിങ്ങൾ ആരെങ്കിലും പറയാറുണ്ടോ? അപ്പോൾ അവിടെ എന്താണ് പറയുക? ഐ വാണ്ട് എ ഐസ്ക്രീം എന്ന് നമ്മളവിടെ പറയാറുണ്ട്. ചില സന്ദർഭോചിതമായിട്ട് ചില സമയത്ത് നമ്മൾ ആൻ പ്രയോഗിക്കേണ്ട സന്ദർഭങ്ങളിലാണെങ്കിൽ നമ്മളവിടെ എങ്ങനെയാണ്? നമുക്ക് 3 ഐസ്ക്രീം വേണം ഫോർ എക്സാമ്പിൾ. അപ്പോൾ നമ്മൾ എന്താണ് പറയുക? ഐ വാണ്ട് 3 ഐസ്ക്രീംസ്. ഐ വാണ്ട് 3 ഐസ്ക്രീംസ്. ഐ വാണ്ട് 3 ഐസ്ക്രീംസ്. അവിടെ നമ്മൾ എയും ആനും ഒന്നും ഉപയോഗിക്കത്തില്ല. അവിടെ നമ്മൾ എണ്ണമാണ്, കൗണ്ടാണ് നമ്മൾ അവിടെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. പക്ഷേ നമ്മൾ അല്ലാത്ത ഇൻഡിവിജ്വലായിട്ട് കാര്യം നമ്മൾ പറയുമ്പോൾ അവിടെ ആൻ തന്നെയാണ് നമ്മൾ പ്രയോഗിക്കേണ്ടത്. ഐ വാണ്ട് എ ബുക്ക്, ഐ വാണ്ട് എ പെൻസിൽ, ഐ വാണ്ട് എ ചെയർ, ഐ വാണ്ട് എ ടേബിൾ, ഐ വാണ്ട് എ സീലിംഗ് ഫാൻ, വാട്ട് എവർ ഇറ്റ് ഈസ്. അങ്ങനെ നമ്മൾ എണ്ണത്തെ കാണിക്കുമ്പോൾ ഒരെണ്ണം ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഒരു സംഗതിയുടെ ഒരു വസ്തു നമ്മൾ വാങ്ങിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു വസ്തു നമുക്ക് പൊസസ് ചെയ്യാനായിട്ട് അതേക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മളത് അവിടെ നമ്മൾ എയോ അല്ലെങ്കിൽ ആനോ നമ്മൾ ഉപയോഗിക്കും. പക്ഷേങ്കിൽ അപരിമേയമായ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എയും ആനും ഒന്നുമല്ല ഉപയോഗിക്കുന്നത്, അതിന് മറ്റൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. ആ വാക്ക് നമുക്ക് പിന്നെ പഠിക്കാം. ഇപ്പോൾ നമ്മൾ തൽക്കാലം സിമ്പിളായിട്ട് നമ്മളിപ്പോൾ എയും ആനും മാത്രം പഠിച്ചാൽ മതി, അല്ലെങ്കിൽ ആൻ അവിടെ നിന്നാലും നമ്മൾ എ മാത്രം പഠിച്ചാലും മതി. നമ്മളൊരു സംഗതി, നമ്മളൊരു കടയിൽ ചെന്നിട്ട് ഐ വാണ്ട് എ പെൻ, ഐ വാണ്ട് എ ബുക്ക്, ഐ വാണ്ട് എ പെൻസിൽ, ഐ വാണ്ട് ആൻ ഇങ്ക്, ഐ വാണ്ട് ആൻ ഇങ്ക്. ഇങ്കിൻ്റെ അവിടെ എന്താണ് വന്നത്? ഐ ആണ് വന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഐ വാണ്ട് എ ഇങ്ക് എന്ന് നമ്മൾ പറയരുത്, അത് തെറ്റാണ്. നമ്മൾ സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ ഐസ്ക്രീമിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെ പറയാനുള്ളൊരു പ്രചോദനം ഉണ്ടാകും. പക്ഷേ അത് തെറ്റാണ്. ഐ വാണ്ട് ആൻ ഇങ്ക്. നമുക്ക് അവിടെ ഒരു കുപ്പി ബോട്ടിൽ, അവിടെ നമ്മൾ ഇങ്ക് ബോട്ടിലാണ്, ബോട്ടിൽ ഓഫ് ഇങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ മഷിയാണെങ്കിൽ നമ്മൾ അവിടെ ബോട്ടിലാണ് പ്രയോഗിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ഐ വാണ്ട് എ ബോട്ടിൽ, ഐ വാണ്ട് എ ബോട്ടിൽ ഓഫ് അങ്ങനെ നമുക്ക് പറയാം. പക്ഷേങ്കിൽ ഇങ്കിൻ്റെ മുൻപിൽ എപ്പോഴും നമ്മൾ ഐ വന്നതുകൊണ്ട് അങ്ങനെ AEIOU എന്നുള്ള സംഗതികൾ വരുമ്പോഴത്തേനും നമ്മൾ എന്താ പറയേണ്ടത്? നമ്മൾ ആൻ മാത്രമേ നമ്മൾ പറയാവുള്ളൂ. അല്ലാത്ത സന്ദർഭങ്ങളിൽ നമ്മളൊരു കടയിൽ ചെന്നു, നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി, അല്ലെങ്കിൽ വേറെ വിഗോ എവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയ സംഗതിക്കാണെങ്കിലും വലിയ സംഗതിക്കാണെങ്കിലും നമ്മൾ എ ചേർക്കേണ്ടടുത്ത് എ ചേർക്കുകയും ആൻ ചേർക്കേണ്ടടുത്ത് ആൻ ചേർക്കുകയും ചെയ്യുക. ഈ എയും ആനും അല്ലാതെ മറ്റൊരു സംഗതി ചേർക്കുന്നുണ്ട്, അത് ദായാണ്. അത് നമ്മൾ കമ്മിങ് ക്ലാസ്സിൽ നമുക്ക് അതേക്കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം. ഇപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ചാൽ മതി. എ പ്രയോഗിക്കുന്നത് എവിടെയാണ്? എ പ്രയോഗിക്കുക, നമുക്കൊരു സിംഗിൾ സാധനം നമുക്ക് വേണം, ഒരു പ്രത്യേക സംഗതിയെ നമ്മൾ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞിട്ട് നമുക്കത് വേണം, അല്ലെങ്കിൽ നമുക്കിത് വേണം, അങ്ങനെ പറയുമ്പോഴത്തേനും നമ്മൾ എന്താ പറയുക? നമ്മൾ പറയുമ്പോഴത്തേനും എ ഉപയോഗിച്ച് നമ്മൾ പറയാം. ഫോർ എക്സാമ്പിൾ ഞാൻ രണ്ടാമത്തെ നമ്മുടെ ഇന്നലത്തെ ക്ലാസ് അതുകൊണ്ട് ഞാൻ റീവെൻറ്റ് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നമുക്ക് ഒരു ബുക്കും ഒരു പെൻസിലും നമുക്ക് വേണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക? ഐ വാണ്ട് എ ബുക്ക് ആൻഡ് എ പെൻസിൽ. നമുക്ക് അങ്ങനെ പറയാം. നമുക്ക് അവിടെ ബുക്കും വേണം പെൻസിലും വേണം. അപ്പോൾ നമ്മൾ ആ ബുക്കിൻ്റെ കൂടെ ഐ വാണ്ട് എ ബുക്ക്, നമുക്കൊരു ബുക്ക് വേണം, ഐ വാണ്ട് എ പെൻസിൽ. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ഐ വാണ്ട് ബുക്ക് ആൻഡ് പെൻസിൽ. അങ്ങനെ പറഞ്ഞാലും നമ്മൾ സംസാരത്തിൽ അങ്ങനെ പറഞ്ഞാലും നമുക്ക് അത് ശരിയാണ്. ഐ വാണ്ട് ബുക്ക് ആൻഡ് പെൻസിൽ, എനിക്ക് ബുക്കും പെൻസിലും എനിക്ക് വേണം. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സംഗതികൾ ഇത് നമ്മൾക്ക് കേൾക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് തോന്നും ഇത് വളരെ നിസ്സാരമായ സംഗതിയല്ലേ, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ എന്നറിയാം, ആയിരിക്കാം. പക്ഷേങ്കിൽ നമ്മളിത് ബിഗിനേഴ്സിനുള്ള, ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് നമ്മളിത് ബിഗിനേഴ്സിനുള്ള ക്ലാസ്സാണ്. ഇത് ആദ്യമായിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്ന, ഒന്നും ഇംഗ്ലീഷിനെ കുറിച്ച് യാതൊന്നും അറിയാത്ത ആൾക്കാർ, ഈവൻ ABCD കൺസോണൻസോ അല്ലെങ്കിൽ വവ്വലോ ഇതൊന്നും അറിയാത്ത ആളാണെങ്കിൽ അവർക്ക് എങ്ങനെ അവരും കൂടി ഇത് മനസ്സിലാക്കി പോകുവാനായിട്ടാണ് ഞാൻ ഇത്ര നിസ്സാരമായിട്ടുള്ള സംഗതികൾ പറഞ്ഞത്. ഇപ്പോൾ ടീച്ചേഴ്സ് കാണും, അല്ലെങ്കിൽ ഹൈസ്കൂൾ സ്റ്റുഡൻസ് കാണും, കോളേജ് സ്റ്റുഡൻസ് കാണും, നേഴ്സസ് കാണും, ഹ്യൂമോറിറ്റീസ് വർക്കിംഗ് ലേഡീസൊക്കെ ഉണ്ടാവും. മേ ബി നമ്മുടെ ക്ലാസ് ശ്രവിക്കുന്ന ആൾക്കാർ വിവിധ തുറകളിലുള്ള ആൾക്കാരാണ്. പക്ഷേ നമ്മൾ ഇത് പറയുമ്പോൾ ഇതൊക്കെ ബേസിക് സംഗതിയാണെങ്കിലും ഇത് അറിയാവുന്നവർക്ക് ഒന്നുകൂടി ഒരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടി ഞാൻ പറയുകയാണ്. അറിയാത്ത ആൾക്കാരാണ്, ഫസ്റ്റ് ടൈം ഇംഗ്ലീഷിൽ ക്ലാസ്സുകൾ ശ്രവിക്കുന്ന ആൾക്കാർ, ഫസ്റ്റ് ടൈം ഇംഗ്ലീഷ് പഠിച്ചു പോകുന്ന ആൾക്കാരാണ്. അവരെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ ഇംഗ്ലീഷ് ഭാഷയുടെ ശൈലികളും ഇംഗ്ലീഷ് ഭാഷയുടെ
സ്വഭാവങ്ങളും ഇംഗ്ലീഷ് ഭാഷയുടെ സവിശേഷതകളും ഞാൻ ഇതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഇംഗ്ലീഷ് ഭാഷ പഠിക്കുമ്പോൾ ഭാഷ മാത്രം പഠിച്ചാൽ പോരാ, ആ സംസ്കാരം കൂടി നമ്മൾ ഉൾക്കൊണ്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും നമ്മൾ ചെറിയ 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 ടിപ്പുകളിൽ കൂടി ചെറിയ ചെറിയ വാക്കുകളിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ചെറിയ ചെറിയ വാക്കുകൾ നമ്മൾ നാളെ ഒരു സെൻറ്റൻസിലേക്ക് നാളെ നമ്മൾ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഒരു മാർഗ്ഗരേഖയിലേക്ക് നമ്മൾ പോവുകയാണ്. ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഡോട്ടുകൾ വി ആർ മേക്കിംഗ് സം ഡോട്ട്സ് ഉള്ളി. ഈ ഡോട്ടുകൾ നമ്മൾ കൂട്ടി യോജിപ്പിക്കും. ടുമോറോ വി ആർ ഗോയിങ് ടു മേക്ക് ഇറ്റ് എ ബിഗ് ലൈൻ. ഈ വിത്തൗട്ട് ദിസ് ഡോട്ട് വി ക്യാൻ ഡു ദാറ്റ് വൺ. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ മീൻ? നമ്മൾ ഈ ഡോട്ട്സുകൾ ഇല്ലാണ്ട് അത് പ്രോപ്പറായിട്ട് നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് വൈ ഐ എം ഗോയിങ് വിത്ത് ദ ഫണ്ടമെൻ്റൽ. ഞാൻ അതുകൊണ്ടാണ് ഈ ബേസിക് തിങ്സുമായിട്ട് മുന്നോട്ട് പോകുന്നത്. സോ ഓരോ ക്ലാസ്സുകളും വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക. ഓരോ ക്ലാസ്സിലെയും ചെറിയ ചെറിയ സംഗതികൾ, ഇപ്പം ഞാനിന്ന് പഠിപ്പിച്ചത് എയും ആനും ആണ്. കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ചത് ഓറാണ്, ആൻഡ് ആണ്. അതിന് മുമ്പ് വിച്ച്, വെന്ന്, വാട്ട്, അതൊക്കെ ചെറിയ ചെറിയ ക്ലാസ്. അതൊക്കെ ഒന്നാമതാണ് നമുക്കിത് പഠിക്കുമ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ട് വി വിൽ ഗോ ടുഗദർ. Then only we can learn, or you can learn English very well, and you can speak well in English without any struggle. You understand what I mean? നമ്മൾ വെറുതെ ഇംഗ്ലീഷ് സംസാരിച്ചാൽ പോരാ. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമ്മൾ തറവായിട്ട്, നമുക്ക് വളരെ ഫ്രീ ആയിട്ട്, ഫീൽ ഫ്രീ ആയിട്ട്, ഭയം ലെവലേശമില്ലാതെ വി ഷുഡ് സ്പീക്ക്. സോ അത്തരത്തിലുള്ള ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ദാറ്റ് ഇസ് വൈ വി ആർ എയിമിങ് ഡെയിലി ലൈഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ്. അതിനാണ് നമ്മൾ ഡെയിലി ലൈഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സിനെ നമ്മൾ ആശ്രയിക്കുന്നത്. ഐ ആം വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്. വിൽ മീറ്റ് ടുമോറോ വിത്ത് അനദർ എപ്പിസോഡ്. That's it today. Have a great time. Thank you.